ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായം. മൈത്രേയ ഉവാച. അദ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാഃ ശൂലപട്ടിശനിസ്തൃംശ ഗദാപരിഗമുദ്ഗരൈഃ സംഛിന്ന ഭിന്ന സർവാംഗാഃ സർത്തിക്സഭ്യഭയാകുലാഃ സ്വയംഭുവേ നമസ്കൃത്യ കാൽസ്യന്നേനെ തന്യവേദയൻ. കഴിഞ്ഞ അധ്യായത്തിൽ ശിവനെ അവമാനിച്ചവൻ ദക്ഷനെന്നുള്ള വിചാരദാർഢ്യത്താൽ ഏറ്റവും കോപിച്ചിരിക്കുന്ന വീരഭദ്രൻ ദക്ഷശിരസിനെ ആ ദക്ഷിണാഗ്നിയിൽ ദഹിപ്പിച്ച ശേഷം യാഗശാലയെയും ദഹിപ്പിച്ച് ശിവാജ്ഞയെ പരിപാലിച്ചു കഴിഞ്ഞതിനാൽ കൈലാസത്തിൽ ശിവനെ കാണുവാനായി പോകുകയും ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ. തുടർന്ന് മൈത്രേയർ പറയുകയാണ്. അനന്തരം രുദ്രസൈന്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ട സകല ദേവസമൂഹങ്ങളും ശൂലം, പട്ടിശം, വാൾ, ഗദ, പരിഗം, മുൽഗരം എന്ന പലവിധ ആയുധങ്ങളേറ്റ് മുറിഞ്ഞും തകർന്നുമിരിക്കുന്ന അവയവങ്ങളോടുകൂടെ ഭയപ്പെട്ടു വിറച്ചുകൊണ്ട് സഭാവാസികളെയും കർമ്മം നടത്തിയവരെയും ഒരുമിച്ച് ചേർത്തു. ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് നമസ്കരിച്ചു. സകല സംഗതികളും ഉണർത്തിച്ചു. ഉപലേഭ്യപുരേ വൈദത് ഭഗവാനബ്ജസംഭവഃ നാരായണാശ്ച വിശ്വാത്മാ നഖസ്യാധ്വരമീയദോഹു. എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് ഈ യാഗത്തിനെ വരാതിരുന്നതെന്ന് കാണിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ നിഷ്പക്ഷപാതിതയെ പ്രകാശിപ്പിക്കുന്നു. യാഗം ആരംഭിച്ചത് ശ്രീരുദ്രന് ഭാഗം സമർപ്പിക്കാതെയാണെന്നും അതിനാൽ ആ യാഗം നടത്തുന്നവർക്കും നടത്തിക്കുന്നവർക്കും നാശം നേരിടുമെന്നും അങ്ങനെ അവർക്ക് നാശം സംഭവിക്കുന്നത് ആവശ്യം തന്നെ എന്നും ജ്ഞാനസ്വരൂപനായ ബ്രഹ്മാവും സർവാന്തര്യാമിയായ ശ്രീനാരായണനും അറിഞ്ഞിരുന്നതിനാൽ അവർ രണ്ടുപേരും ദക്ഷൻ്റെ ഈ യാഗത്തിൽ സന്നിഹിതരായിരുന്നില്ല. തഥാകർണ്യ വിഭുപ്രാഹ തേജീയസി കൃതാഗസി ക്ഷേമായ തത്രമാഭൂയാന്ന പ്രായേണ ബുഭൂഷതാം. ദേവന്മാർ പറഞ്ഞതിനെ കേട്ടിട്ട് അവരോട് കൽപ്പിപ്പാൻ അധികാരമുള്ള ഈശ്വരനായ ബ്രഹ്മാവ് പറഞ്ഞു. മഹാന്മാർ അപരാധം ചെയ്തിരുന്നാൽ കൂടെ അവരിൽ അപരാധം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാർക്കും ആ ആഗ്രഹം ക്ഷേമത്തിനായിട്ട് ഭവിക്കയില്ലെന്നുള്ളത് പ്രായേണ ലോകത്തിൽ സാധാരണമായ ഒരു നിത്യ അനുഭവമാണല്ലോ. അങ്ങനെയിരിക്കെ നിരപരാധികളായ മഹാന്മാരിൽ അപരാധം ചെയ്യുന്നവർക്ക് ക്ഷേമം എങ്ങനെ ഉണ്ടാകും? അദാപിയൂയം കൃതഗിൽഭിഷാഭവം ഏ ബർഹിഷോഭാഗഭാജം പരാതുഹു പ്രസാദയദ്വം പരിശുദ്ധചേതസ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതാംഘ്രിപത്മം. യാഗത്തിൽ ഭാഗം നൽകി ആദരിക്കേണ്ടതിന് യോഗ്യനായിരിക്കുന്ന ശ്രീ ശിവനെ നിരാകരിച്ച നിങ്ങൾ അപരാധികളാകുന്നു. എങ്കിലും ആ അപരാധത്തെ തീർക്കുവാൻ ഉപായം പറഞ്ഞു തരാം, കേൾക്കുവിൻ. കുറ്റം ചെയ്തവർ രണ്ടുവിധം പ്രായശ്ചിത്തം ചെയ്യണം. ഒന്ന് മനസ്സുകൊണ്ടും മറ്റൊന്ന് ശരീരം കൊണ്ടും. മാഹാത്മ്യമറിയാതെ അപരാധം ചെയ്തതിനെക്കുറിച്ച് പരിതപിക്കുന്നതാണ് മനസ്സാ ചെയ്യേണ്ട പ്രായശ്ചിത്തം. അപ്പോൾ മനസ്സിന് ശുദ്ധി ഉണ്ടായി വരും. അതോടുകൂടെ സ്വാഹങ്കാരത്തെ ഉപേക്ഷിച്ച് ആരുടെ നേരെ അപരാധം ചെയ്തുവോ ആ ശ്രീ ശിവൻ്റെ പാദപത്മങ്ങളിൽ വീണു നമസ്കരിച്ച് അപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കുവിൻ. ആ ദേവനാകട്ടെ ക്ഷിപ്രപ്രസാദിയാകുന്നു. ആശാസാന ജീവിതമധ്വരസ്യ ലോകസ്സപാല കുപിതേന യസ്മിൻ തമാശുദേവം പ്രിയയാ വിഹീനം ക്ഷമാഭയധ്വം ഹൃദിവിദ്ധം ദുരുക്തൈഃ. മുടങ്ങിപ്പോയ യാഗത്തെ സാംഗമായി നിവർത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നു വരികിൽ കാലവിളംബം കൂടാതെ ശ്രീരുദ്രനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. യാതൊരുവൻ്റെ കോപം പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ലോകവും ലോകപാലന്മാരും ഇല്ലാതെയാകുന്നുവോ? ആ ദേവൻ കോപിച്ചിരിക്കുമ്പോൾ യാഗസമ്പൂർത്തി വരുമെന്ന് ശങ്ക പോലും ഉണ്ടാകേണ്ട. നിങ്ങളുടെ പ്രവൃത്തി വളരെ കവിഞ്ഞിരിക്കുന്നു. ദക്ഷധിക്കാര നിമിത്തം പ്രിയപത്നിയുടെ നാശവും ദുർവാക്കുകൾ നിമിത്തം ഹൃദയത്തിൽ മുറിവും ഏറ്റിരിക്കുന്നു. അപ്രകാരമിരിക്കുന്ന ശ്രീ ശിവനെ ശീഘ്രം ക്ഷമായാചനപൂർവം പ്രസാദിപ്പിക്കുവിൻ. നാഹം ന യത്നോ ന ജയൂയമന്യേ യേ ദേഹഭാജോ മുനയശ്ച തത്വം വിദുപ്രമാണം ബലവീര്യയോർവ യസ്യാത്മതന്ത്രസ്യ ക ഉപായം വിധിസേത്. ഞാനാകട്ടെ യത്നൻ എന്നുപേരായ ഇപ്പോഴത്തെ ദേവേന്ദ്രനാകട്ടെ നിങ്ങളാവട്ടെ മുനികളാവട്ടെ എന്നുവേണ്ട ശരീരത്തെ ധരിച്ചിരിക്കുന്ന അന്യന്മാർ ആരാകട്ടെ
ശ്രീ ശിവൻ്റെ പരമാർത്ഥ തത്വത്തെയോ ബലവീര്യാദികളായ ഗുണങ്ങളുടെ അവധിയെയോ അറിയുന്നവരല്ല. അങ്ങനെയിരിക്കെ ശിവകോപത്തിനുള്ള പരിഹാരമാർഗത്തെ നിശ്ചയിപ്പാൻ ആരെങ്കിലും ഉത്സാഹിക്കുമോ? ശിവപ്രസാദം ഒന്നുകൊണ്ടും മാത്രമല്ലാതെ മറ്റൊരു ഉപായം കൊണ്ടും യാഗപരിസമാപ്തി വരുത്തുവാൻ കഴിയുകയില്ല. മൈത്രേയ ഉവാച സയിത്തമാദിശ്യ സുരാനജസ്തൈഃ സമന്വിതപിതൃഭിः സപ്രജേശൈഃ യയോ സ്വദിഷ്ണ്യാ നിലയം പുരദ്യുഷഃ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ബ്രഹ്മാവ് ദേവന്മാരോട് ഉപദേശിച്ചപ്പോൾ ശ്രീരുദ്രസന്നിധിയിൽ പോവാൻ അവർ ഭയപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട് പിതൃക്കളെയും തന്നോടുകൂടെ ചേർത്തിയ ബ്രഹ്മദേവൻ തൻ്റെ സ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീരുദ്രൻ്റെ പ്രിയവാസസ്ഥാനവും പർവ്വതങ്ങളിൽ വെച്ച ശ്രേഷ്ഠവുമായ കൈലാസത്തെ പ്രാപിച്ചു. ജന്മൌഷധി തപോ മന്ത്രയോഗസിദ്ധൈർനരേതരൈഃ ജുഷ്ടം കിന്നരഗന്ധർവൈരപ്സരോഭിർവൃതം സദാ. ശ്രീ ശിവൻ്റെ പ്രിയവാസസ്ഥാനമായ കൈലാസത്തിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുകയാണ്. ജന്മനാ സിദ്ധന്മാർ, ഔഷധമഹിമയാൽ സിദ്ധന്മാർ, തപസ്സിനാൽ സിദ്ധന്മാർ, മന്ത്രോപാസനയാൽ സിദ്ധന്മാർ, അഷ്ടാംഗ യോഗാഭ്യാസത്താൽ സിദ്ധന്മാർ, ഇങ്ങനെ 5 വിധത്തിൽ സിദ്ധിയെ പ്രാപിച്ചതുകൊണ്ട് മനുഷ്യവർഗത്തിൽ നിന്ന് ഉത്കർഷത്തെ പ്രാപിച്ചിരിക്കുന്നവരാലും കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ എന്നിവരാലും നിറയപ്പെട്ടതാകുന്നു കൈലാസം. നാനാമണിമയേ ശൃംഗൈർ നാനാധാതുവിചിത്രിതൈഃ നാനാദ്രുമലതാഗുൽമൈഃ നാനാമൃഗഗണാവൃതൈഃ നാനാമലപ്രസ്രവണൈർ നാനാകന്ധരസാനുഭിഃ രമണം വിഹരന്തീനാം രമണൈ സിദ്ധയോഷിതാം. കൈലാസത്തിൽ അനേകം സിദ്ധാംഗനകൾ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ അതിസന്തോഷത്തോടുകൂടി രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെവിടെ ഉയർന്നു കാണപ്പെടുന്ന കൊടുമുടികൾ അവരെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥങ്ങളായിരുന്നു. അവയോരോന്നിലും ഓരോ വിധത്തിലുള്ള രത്നങ്ങൾ നിറഞ്ഞും നാനാവിധ മനയോലകളാൽ വിചിത്രവർണ്ണമുള്ളതായും അനേകവിധ മരങ്ങളും അവയിൽ പടർന്നു പിടിച്ചിട്ടുള്ള വല്ലികളും തന്നിമിത്തമുള്ള കുടിലുകളുമുള്ളവയും അനേകതരത്തിലുള്ള മൃഗങ്ങളുടെ സഞ്ചാരങ്ങളോടുകൂടിയവയും നിർമ്മല ജലമൊഴുകുന്ന അനവധി നദികളോടുകൂടിയവയും താഴ്വരകളിൽ അനേകം ഭർത്തൃസഹിതകളായി കളിപ്പാൻ വന്നിരിക്കുന്ന സിദ്ധസ്ത്രീകൾ ഇവിടം വിട്ടു പോകാതിരിക്കത്തക്ക വിധം അവർക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു കൈലാസം. മയൂരകേകാഭിരുദം മദാന്താളി വിമൂർച്ഛിതം പ്ലാവിതൈരക്തകണ്ഠാനാം കൂജിതൈശ്ച പദതൃണാം ആഹ്വയന്തമിവോദസ്തൈർ ദ്വിജാൻ കാമദുഃഖൈർദ്രുമൈഃ വ്രജന്തമിവ മാതംഗൈർ ഗൃണന്തമിവ നിർജരൈഃ. മയിലുകളുടെ കേകാരവങ്ങളെങ്ങും വ്യാപിച്ചിരിക്കുന്നു. പൂന്തേൻ നുകർന്ന് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ ശബ്ദങ്ങൾ ഉച്ചത്തിലുള്ള രാഗാലാപം പോലെ കേൾക്കപ്പെടുന്നു. കുയിലുകളുടെ ഉച്ചങ്ങളായ ശബ്ദങ്ങളും അന്യപക്ഷികളുടെ കൂജനങ്ങളുമാകുന്ന ശബ്ദങ്ങളാൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ബലപക്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഉന്നത വൃക്ഷങ്ങളാകുന്ന കൈകളെ ഉയർത്തിക്കൊണ്ട് പക്ഷികളെ വിളിച്ചു വരുത്തുന്നുവോ എന്നും ഒഴുകുന്ന നദികളിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളാൽ സംസാരിക്കുന്നുവോ എന്നും സഞ്ചരിക്കുന്ന ആനകളെ കണ്ടാൽ പർവ്വതം തന്നെ സഞ്ചരിക്കുന്നുവോ എന്നും തോന്നുന്ന വിധത്തിലിരിക്കുന്നു കൈലാസപർവ്വതം. മന്ദാരൈ പാരിജാതൈശ്ച സരളൈശ്ചോപശോഭിതം തമാലൈസ്സാലതാലൈശ്ച കോവിദാരാസനാർജുനൈഃ ചൂതൈകദംബൈർനീഭൈശ്ച നാഗപുന്നാഗചമ്പകൈഃ പാടലാശോകബകുളൈഃ കുന്ദൈകുരവകൈരഭി സ്വർണാർണശതപത്രൈശ്ച വീരവേണുഗജാതിഭിഃ കുബ്ജകൈർമല്ലികാഭിശ്ച മാധവീഭിശ്ച മണ്ഡിതം. മന്ദാരങ്ങൾ, പാരിജാതങ്ങൾ, സരളങ്ങൾ, തമാലങ്ങൾ, സാലങ്ങൾ, താലങ്ങൾ, കോവിദാരങ്ങൾ, അസനങ്ങൾ, അർജുനങ്ങൾ, ചൂതങ്ങൾ, കദംബങ്ങൾ, നീപങ്ങൾ, നാഗങ്ങൾ, പുന്നാഗങ്ങൾ, ചമ്പകങ്ങൾ, പാടലങ്ങൾ, അശോകങ്ങൾ, ബകുളങ്ങൾ എന്നീ വൃക്ഷങ്ങളാലും കുന്തങ്ങൾ, കുരവകങ്ങൾ, സ്വർണാർണങ്ങൾ, ശതപത്രങ്ങൾ, വീരവേണുകങ്ങൾ, ജാതികൾ, കുബ്ജകൾ, മല്ലികകൾ, മാധവികൾ എന്നീ ലതകളാലും ചെടികളാലും കൈലാസം അലങ്കരിക്കപ്പെട്ടിരുന്നു. പനസോദുംബരാശ്വത്വ പ്ലക്ഷ്യന്യഗ്രോദഹിം ഗുഭിഃ ഊർജൈരോഷധിഭിഃ പൂഗൈരാജപൂഗൈശ്ച ജംബുഭിഃ ഗർജുരാമാത്രകാമ്രാദ്യൈഃ പ്രിയാളമധുകേങ്കുദൈഃ ദ്രുമജാതിഭിരന്യൈശ്ച രാജിതം വേണുകീചകൈഃ. പ്ലാവ്, അത്തി, ആൽ, ബ്ലാറം, പേരാൽ, ഹിങ്കു, ബുർജം മുതലായ ഔഷധവൃക്ഷങ്ങളാലും
കവുങ്ങ്, തെങ്ങ്, ഞാവൽ, അനേകവിധങ്ങളായ മാവുകൾ, ഉങ്ങ്, ഇലുപ്പ, കരിങ്ങാലി, മുള എന്നിങ്ങനെ നാനാജാതികളായ വൃക്ഷങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കുമോത്പല കൽഹാര ശതപത്രവനർദിഭിഃ നളിനീഷു കളം കൂജത് ഖഗവൃന്ദോപശോഭിതം. ആമ്പൽ, നീലത്താമര, കൽഹാരം, ശതപത്രം എന്നീ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷിഗണങ്ങളാൽ ശോഭിക്കപ്പെട്ടിരുന്നു. മൃഗൈ ശാഖാമൃഗൈ ക്രോഡമൃഗേന്ദ്രൈർ വൃക്ഷശല്യകൈഃ ഗവയൈർനാഭിഭിർവ്യാഘ്രൈർ നിർജുഷ്ടം മഹിഷാദിഭിഃ കദളീഷണ്ഡസംരുദ്ധ നളിനീ പുളിനശ്രിയം. മാനുകൾ, കുരങ്ങുകൾ, പന്നികൾ, സിംഹങ്ങൾ, ഭല്ലൂകങ്ങൾ, മുള്ളൻ പന്നികൾ, ഗവയങ്ങൾ, കസ്തൂരി മൃഗങ്ങൾ, വ്യാഘ്രങ്ങൾ, പോത്തുകൾ എന്നീ മൃഗങ്ങളാൽ സേവിക്കപ്പെട്ടിരുന്നു. വാഴകളുടെ ഇലകളാൽ മറയ്ക്കപ്പെട്ടിരുന്ന താമര തടാകത്തീര മണൽത്തിട്ടുകളുടെ ശോഭ അധികരിച്ചിരുന്നു. പര്യസ്തം നന്ദയാ സത്യാഹ സ്നാനപുണ്യതരോദയ വിലോക്യ ഭൂദേശഗിരിം വിബുധാ വിസ്മയം യയുഃ. സതീദേവിയുടെ സ്നാനം നിമിത്തം അതിപുണ്യജലത്തോടുകൂടിയ അളകനന്ദ എന്നു പേരായ ഗംഗയുടെ ഒഴുക്കും ഈ പർവ്വതത്തിൻ്റെ സമീപത്തോടുകൂടെയായിരുന്നു. ഇപ്രകാരം ഇരിക്കുന്ന കൈലാസത്തെ നോക്കിയിട്ട് ദേവന്മാർ വിസ്മയിച്ചു. ദദൃശുസ്തത്ര തേ രമ്യാം അളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാപി എത്ര തന്നാമ പങ്കജം. കൈലാസത്തിൽ ദേവന്മാർ രമ്യയായ അളകാപുരിയെയും സൗഗന്ധികം എന്നു പേരുള്ള താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാകയാൽ സൗഗന്ധികം എന്നു പറയപ്പെടുന്ന വനത്തെയും കണ്ടു. നന്ദാചാളക നന്ദാച സരിതൗ ബാഹ്യത പുരഃ തീർത്ഥപാദപദാംബോജ രജസാദീവ പാവനെ. ഭഗവാന്റെ പാദപത്മധൂളിയുടെ സംബന്ധം നിമിത്തം അത്യന്ത പരിശുദ്ധകളായ നന്ദ, അളകനന്ദ എന്ന 2 നദികൾ പട്ടണത്തിൻ്റെ പുറമെ ഒഴുകുന്നുണ്ട്. യയോസുരസ്ത്രിയ ഷത്തരവരുഹ്യ സ്വദിഷ്ണിതഃ ക്രീഡന്തി പുംസസിഞ്ചന്ത്യോ വിഗാഹ്യരതികർഷിതാഃ. അല്ലയോ വിതുര, സംഭോഗത്താൽ ക്ഷീണിച്ചിരിക്കുന്ന ദേവസ്ത്രീകൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഭർത്തൃസഹിതകളായി പുറപ്പെട്ടു വന്ന് ഈ നദികളിൽ പ്രവേശിച്ച് ജലക്രീഡ ചെയ്യാറുണ്ട്. യയോസ്തൽസ്നാന വിഭ്രഷ്ട നവകുങ്കുമപിഞ്ചരം വിദൃശോഭി പിബന്ത്യംബഃ പായയന്തോ ഗജാഗജിഃ. ദേവസ്ത്രീകളുടെ സ്നാനസമയത്തിൽ അവരുടെ കുജതടങ്ങളിൽ നിന്ന് കഴുകിക്കളഞ്ഞ പുതിയ കുങ്കുമം കലങ്ങിയതിനാൽ മഞ്ഞ നിറത്തോടും കുങ്കുമഗന്ധത്തോടും കൂടിയ ഈ നദികളിലെ ജലത്തെ ആനകൾ ദാഹമില്ലെങ്കിൽ കൂടെ കുടിക്കുകയും പിടിയാനികളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു. താരഹേമ മഹാരത്ന വിമാനശതസങ്കുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിര്യതാകം സദടിദ്ഗലം. വെള്ളി, സ്വർണം, മാണിക്യാദി രത്നങ്ങൾ ഇവയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിമാനങ്ങളാലും അവയിലിരിക്കുന്ന യക്ഷസ്ത്രീകളാലും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പുരി മിന്നൽ പിണരുകളുള്ള മേഘങ്ങളാൽ വ്യാപിക്കപ്പെട്ട ആകാശമോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു. ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച തത് ദ്രുമൈകാമധുകൈർഹൃദ്യം ചിത്രമാല്യബലച്ഛദൈഃ. മേൽ വർണ്ണിച്ച മാതിരിയുള്ള അളകാപുരിയെയും നാനാവിധ പുഷ്പങ്ങളും കായ്കളും തളിരുകളും നിറഞ്ഞിരിക്കുന്നതിനാൽ പ്രാണിവർഗങ്ങളുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനോജ്ഞമായ സൗഗന്ധികമെന്നു പേരായ വനത്തെയും അതിക്രമിച്ചു നടന്നു. മനസ്സമാധാനമില്ലാത്ത അവസരമായതിനാൽ ഉള്ളിൽ പ്രവേശിച്ച് മുഴുവനും നോക്കി ആനന്ദിക്കുവാനുള്ള സമയം ചിലവു ചെയ്യാതെ പുറമേ നോക്കിക്കൊണ്ട് നടന്നുപോയി. രക്തകണ്ഠകഗാനീക സ്വരമണ്ഡിത ഷഡ്പദം കളഹംസകുലപ്രേഷ്ടം ഗരദണ്ഡജലാശയം വനകുഞ്ചരസങ്കൃഷ്ട ഹരിചന്ദനവായുന അതിപുണ്യജനസ്ത്രീണാം മുഹുരുന്മദയന്മനഃ വൈഡൂര്യകൃതസോപാന വാപ്യ ഉത്പലമാലിനിഃ പ്രാപ്ത കിം പുരുഷൈർദൃഷ്ട്വാ ത ആരാധദൃശുർവടം. സൗഗന്ധികമെന്നു പേരായ ആ വനം കണ്ട് ആനന്ദിക്കത്തക്കതാണെന്ന് കാണിപ്പാനായി അതിൻ്റെ മഹിമയെ വർണ്ണിക്കുകയാണ്. കണ്ഠശുദ്ധിക്ക് കേൾവിപ്പെട്ട കുയിലുകളുടെ ശബ്ദങ്ങളോട് സമ്മിശ്രമായിട്ട് വണ്ടുകളും ഉരുളുന്നതുകൊണ്ട് ശ്രോത്രത്തെ ആനന്ദിപ്പിക്കുന്ന ശബ്ദം എങ്ങും വ്യാപിച്ചിരിക്കുന്നു. കളഹംസ സംഘം ഏറ്റവും ഇഷ്ടപ്പെടുന്ന താമരകൾ വികസിച്ചു നിൽക്കുന്ന ജലാശയങ്ങൾ അവിടെവിടെ ഉള്ളതിനാൽ മനോഹരങ്ങളായ രൂപങ്ങളെ കാണുവാൻ സാധിക്കുന്നതുകൊണ്ട് നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുവാനുള്ള സാമഗ്രികളുടെ പൗഷ്കല്യം ആ വനത്തിനുണ്ട്. മതജലം ഒഴുകുന്ന കവിൾത്തടങ്ങളിലുള്ള ചൊറിച്ചിൽ തീർക്കുവാനായി കാട്ടാനകൾ വന്നുരസുന്നതുകൊണ്ട് തോലടർന്നിരിക്കുന്ന രക്തചന്ദന മരങ്ങളിൽ തട്ടി വീശുന്ന സുഗന്ധമായ വായു
അവിടെ വന്നു കളിക്കുന്ന ദേവസ്ത്രീകളുടെ മനസ്സിൽ മന്മഥവികാരത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്നുണ്ട്. അതിനാൽ നാസികയെ ആനന്ദിപ്പിക്കുന്ന സൗരഭ്യവും ആ വനത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വൈഡൂര്യം മുതലായ രത്നങ്ങളാൽ പടുത്തിരിക്കുന്ന പടവുകളോടുകൂടിയ കളങ്ങളിൽ നീലത്താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കിംപുരുഷന്മാർ അതിലിറങ്ങി ജലക്രീഡകൾ കൊണ്ട് സന്തോഷിക്കുന്നതും നോക്കിക്കൊണ്ട് സഞ്ചരിച്ച ദേവസമൂഹം അധികം ദൂരെയല്ലാതെ ഒരു വടവൃക്ഷം കണ്ടു. സയോജന ശതോത്സേദഃ പാദോന വിടപായദഃ പര്യകൃതാജലച്ചായോ നിർനീഡസ്താപവർജിതഃ. ആ വടവൃക്ഷം 100 യോജന ഉയരമുള്ളതും 75 യോജന നീളമുള്ള കൊമ്പുകളുടെ വ്യാപ്തിയോടുകൂടിയതും 4 ഭാഗത്തും വ്യാപിച്ചും സൂര്യചന്ദ്രഗതിക്കനുസരിച്ച് ചലിക്കാതിരിക്കുന്നതുമായ നിഴലോടുകൂടിയതും ഒരു ദിക്കിലും ദ്വാരമില്ലാത്തതും യാതൊരുവിധമായ താപത്തിൻ്റെയും ബാധയില്ലാത്തതുമാകുന്നു. പരബ്രഹ്മസ്വരൂപനായ ശ്രീ ശിവൻ്റെ നിവാസസ്ഥാനമാണെന്ന് പറയുവാൻ പോകുന്ന ഈ വൃക്ഷത്തെ അക്ഷര പരബ്രഹ്മസ്വരൂപമായിട്ട് കാണിച്ചിരിക്കുന്നു. സൂര്യൻ്റെ ഗതി അനുസരിച്ച് സാധാരണ വൃക്ഷങ്ങളുടെ ഛായകൾക്ക് ചലനമുണ്ടാകും. ഈ വടവൃക്ഷത്തിൻ്റെ ഛായ ഇളക്കമില്ലാതെ എന്നും ഒരേ വിധത്തിൽ ഇരിക്കുന്നുവെന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ജീവനുള്ളതുപോലെ ബ്രഹ്മത്തിന് സങ്കോച വികാസങ്ങളോ ഗതിഭേദങ്ങളോ ഇല്ലെന്ന് കാണിച്ചിരിക്കുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന അക്ഷര പരബ്രഹ്മത്തിൽ ദ്വാരമില്ല. തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ സുരാഹ ദദൃശു ശിവമാസീനം തെക്താമർഷമിവാന്തകം. മഹായോഗത്താൽ സിദ്ധിക്കാവുന്ന അണിമാദികളായ സിദ്ധികളുടെ സ്വരൂപമാണ് ഈ വൃക്ഷം. എങ്കിലും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രാപ്യസ്ഥാനവുമാകുന്നു. സകാമന്മാർക്കും നിഷ്കാമന്മാർക്കും ആശ്രയിപ്പാൻ യോഗ്യമാണ്. അതിൻ്റെ സമീപാത പ്രദേശങ്ങളിൽ ക്രോധത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന അന്തകനെന്ന പോലെ ശാന്തസ്വഭാവനായ ശ്രീ ശിവനിരിക്കുന്നതിനെ ദേവന്മാർ കണ്ടു. സതീദേവിയുടെ വിയോഗം നിമിത്തമുള്ള ദുഃഖമോ അതിനു കാരണഭൂതനായ ദക്ഷനിൽ ക്രോധമോ യാതൊന്നുമില്ലാതെ ശാന്തസ്വഭാവനായിരിക്കുന്നു. ഈശ്വരനായതുകൊണ്ട് പ്രിയങ്ങളും കോപതാപാദികളും വാസ്തവത്തിലില്ല. ഉള്ളതുപോലെ ചിലപ്പോൾ കാണപ്പെടുന്നത് ലോകത്തിൽ ധർമ്മത്തെ ഉറപ്പിക്കുവാനും അധർമ്മത്തെ സംഹരിപ്പാനും വേണ്ടിയിട്ടു മാത്രമാണെന്ന് ധരിക്കണം. അന്തക സാദൃശ്യം അനുലംഘ്യതയെ സൂചിപ്പിക്കുന്നു. സനന്ദനാദ്യൈർമഹാസിദ്ധൈഃ ശാന്തൈ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാജ ഭർത്താഗുഹ്യകരക്ഷസാം. ജന്മാദികളായ 6 വിധം വികാരങ്ങളില്ലാത്തതുകൊണ്ട് ശ്രീ ശിവൻ്റെ സ്വരൂപം അത്യന്തം ശാന്തമാകുന്നു. വിശപ്പ്, ദാഹം മുതലായ ദുഃഖങ്ങളില്ലാത്ത മഹാസിദ്ധന്മാരായ സനന്ദൻ മുതലായ ഋഷിമാരും ഗുഹ്യകന്മാരുടെയും രക്ഷസുകളുടെയും അധിപനും സ്വസഖാവുമായ കുബേരനും സമീപത്ത് സേവിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാതപോയോഗ പദമാസ്ഥിതം തദീശ്വരം ചരന്തം വിശ്വസുഹൃദം വാത്സല്യലോകമംഗളം. ലോകത്തിലുള്ളവരിൽ പ്രധാനികളായവർ ആചരിക്കുന്നതിനെ ലോകം ആചരിക്കും എന്നത് സാധാരണമാകയാൽ ലോകത്തിന് മംഗളത്തെ ആഗ്രഹിക്കുന്ന ശ്രീശിവൻ ലോകഹിത ചിന്തകനും ലോകത്തെക്കുറിച്ച് വാത്സല്യമുള്ളവനും ലോകത്തിൻ്റെ സൃഷ്ടിയാദി വ്യാപാരത്തെ നടത്തുന്ന സ്വാമിയുമായതുകൊണ്ട് ഉപാസന ചിത്തൈകാഗ്രത്തെ അഭ്യസിക്കുന്നതായ തപസ്, യമാദികളായ 8 വിധത്തിലുള്ള യോഗം എന്നിവയെ ആശ്രയിച്ചും ആചരിച്ചും കൊണ്ടിരിക്കുന്നു. ലിംഗം ജതാപസാഭീഷ്ടം ഭസ്മദണ്ഡ ജടാജിനം അംഗേന സന്ധ്യാഭ്രരുജ ചന്ദ്രലേഖാം ജബിഭ്രതം. സന്ധ്യാകാലത്തുള്ള മേഘം പോലെ അതിശുഭ്ര നിറമുള്ള ശരീരത്താൽ താപസന്മാർക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്ന ഭസ്മം, ദണ്ഡം, ജട, കൃഷ്ണമൃഗചർമ്മം എന്നീ ചിഹ്നത്തെയും ചന്ദ്രകലയെയും ധരിച്ചിരിക്കുന്നു. ഉപവിഷ്ടം ദർഭമയ്യാം ഭൃസ്യം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം. യതികൾക്ക് ഉചിതമായ ദർഭാസനത്തിൽ ഇരിക്കുന്നു. സനന്ദൻ മുതലായ സിദ്ധന്മാർ ശ്രോതാക്കന്മാരായിരിക്കെ പൃച്ഛകനായിരിക്കുന്ന ശ്രീ നാരദമുനിയോട് നിത്യമായ വേദതത്വത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. കൃത്വോരൗ ദക്ഷിണേ സവ്യം പാദപത്മം ജജാനുനി ബാഹും പ്രകോഷ്ഠേഷമാലാം ആസിനം തർക്കമുദ്രയാ. വലത്തെ തുടയിന്മേൽ ഇടത്തെ പാദപത്മത്തെയും ഇടത്തെ കാലിൻ്റെ മുട്ടിന്മേൽ ഇടതുകൈയിനെയും വെച്ചുകൊണ്ട് വലത്തുകൈയിൻ്റെ മണികണ്ഠത്തിൽ ജപമാലയെ ചുറ്റിക്കൊണ്ടും ആ വലത്തുകൈയിൻ്റെ പെരുവിരലിനെ ചൂണ്ടാണി വിരലിനോട് ചേർത്തി പിടിക്കുന്നതായ തർക്കമുദ്രയെ ധരിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇപ്രകാരം ഇരിക്കുന്ന ശിവനെ ദേവന്മാർ കണ്ടു. ശിവനിരിക്കുന്ന ആസനത്തിന് വീരാസനമെന്നു പേർ.
ഒരു കാലിനെ മറ്റേ കാലിൻ്റെ തുടയിൽ വയ്ക്കുകയും കൈയിനെ ആ കാലിൻ്റെ മുട്ടിൽ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ വീരാസനം എന്ന് പറയുന്നു. ഇടത്തെ കാലിനെ വലത്തെ തുടയിലെ എന്ന പോലെ വലത്തെ കാലിനെ ഇടത്തെ തുടയിന്മേലും വെച്ചിരിക്കുന്നതും വീരാസനം തന്നെ. ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും തലപ്പുകളെ അന്യോന്യം യോജിപ്പിച്ച് പിടിക്കുന്ന ബന്ധനത്തിന് തർക്കമുദ്ര എന്ന് മാന്ത്രികന്മാർ നാമം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഇരിപ്പിനും ഈ മുദ്രയ്ക്കും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാൻ പ്രത്യേക സാമർഥ്യമുണ്ടെന്നാണ് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വ്യുപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകബാല മുനയോ മനൂനാമാദ്യം മനും പ്രാഞ്ജലയ പ്രണേമുഹു. പരബ്രഹ്മസ്വരൂപനായ വാസുദേവനിൽ മനസ്സിനെ ലയിപ്പിക്കുന്നതുകൊണ്ട് സിദ്ധിക്കുന്ന പരമാനന്ദത്തെ അനുഭവിച്ചും കൊണ്ട് സമാധിയിലിരിക്കുന്നവനും ഇടത്തെ തുടയെ ബലപ്പെടുത്തുവാനായി യോഗവട്ടത്തെ ധരിച്ചും മനനശീലന്മാരായ മുനിമാരിൽ വെച്ച് ആദ്യനുമായ മുനിയുമായിരിക്കുന്ന ശ്രീ ഗിരീശനെ കണ്ട മാത്രത്തിൽ ഇന്ദ്രാദി ലോകപാലകന്മാരോടുകൂടെ അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് മുനിമാർ നമസ്കരിച്ചു. സതോബലഭ്യാഗതമാത്മയോനിം സുരാസുരേശൈരഭിവന്ദിതാംഗ്രിഹി ഉത്തായ ചക്രേ ശിരസാഭിവന്ദനമർഹത്തമക്കസ്യ യദൈവ വിഷ്ണുഃ. ലോകദൃഷ്ട്യാ ശ്രീ ശിവൻ ബ്രഹ്മാവിൻ്റെ പുത്രനാകയാൽ സ്വപിതാവായ ബ്രഹ്മദേവൻ സമീപത്ത് വന്നിരിക്കുന്നതായി കണ്ടറിഞ്ഞ ഉടനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും അധിപന്മാരാൽ വന്ദിക്കപ്പെടുന്ന പാദപത്മത്തോട് കൂടിയവനാകുന്നുവെങ്കിലും പരമപൂജ്യനായ ശ്രീ വിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ കശ്യപ പ്രജാപതിയെ എന്ന പോലെ എഴുന്നേറ്റ് ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു. തഥാപരേ സിദ്ധഗണാ മഹിർഷിഭിര്യേ വൈ സമന്താദനുനീലലോഹിതം നമസ്കൃത പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭുഃ. ശ്രീ ശിവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചപ്പോൾ സന്നിധിയിൽ നാലു ഭാഗത്തുമിരിക്കുന്ന മഹർഷിമാരും സിദ്ധഗണങ്ങളും നമസ്കരിച്ചു. ദേവന്മാരെല്ലാവരും ശ്രീ ശിവനെയും നമസ്കരിച്ചു. ഇപ്രകാരം ശ്രീ ശിവൻ മുതലായവരാൽ നമസ്കരിക്കപ്പെട്ട ബ്രഹ്മാവ് ദേവാദികളാൽ നമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചന്ദ്രശേഖരനോട് മന്ദഹാസപൂർവം പറഞ്ഞു. ബ്രഹ്മോവാച ജാനേ ത്വാമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോഃ ശക്തേ ശിവസ്യ ച പരം യത്തദ്ബ്രഹ്മ നിരന്തരം. ബ്രഹ്മാവ് പറഞ്ഞു, ചരാചര ആത്മകമായ സകല ലോകത്തിൻ്റെ മാതാവായും പിതാവായുമിരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും പരമകാരണമായും സർവവ്യാപകവുമായിരിക്കുന്ന ബ്രഹ്മം യാതൊന്നോ അതുതന്നെയാണ് അങ്ങയുടെ പരമാർത്ഥ തത്വമെന്ന് ഞാൻ അറിയുന്നുണ്ട്. ലോകരീതിയെ അനുസരിച്ച് എന്നെ പിതൃത്വത്തേന അംഗീകരിച്ചു നമസ്കരിച്ചാലും സാധാരണ ജീവഭാവം അങ്ങയ്ക്കില്ല. ലോകരക്ഷയ്ക്ക് വേണ്ടി ശിവസ്വരൂപത്തിലിരിക്കുന്ന പരബ്രഹ്മമായ അങ്ങയ്ക്ക് ജനനമരണങ്ങളോ സുഖദുഃഖാദികളോ ഒന്നുമില്ല. നിത്യാനന്ദ പരബ്രഹ്മമാണെന്നു സാരം. ത്വമേവ ഭഗവന്നേതച്ചിവശക്തിയോ സ്വരൂപയോഃ വിശ്വം സൃജസി പാസ്യൽസി ക്രീഡന്നൂർണ പടോ യഥാ. ലോകമാതാപിതാക്കന്മാരായിരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും സ്വരൂപം അഭിന്നമാകുന്നു. നാമമാത്രത്താൽ രണ്ടെന്നു പറഞ്ഞാലും വസ്തുതയ ഒന്നു തന്നെ. അവരുടെ അന്തർഭാഗത്തിലിരുന്ന് ലോകത്തെ സൃഷ്ടിച്ചു സംരക്ഷിച്ച് സംഹരിക്കുന്നത് അങ്ങയുടെ ലീലയാകുന്നു. ഊർണനാഭി എന്ന ഒരു ജാതിപ്രാണി അതിൻ്റെ ഉള്ളിൽ നിന്നു തന്നെ മൃദുവായ ഒരുവിധം നൂലിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ നൂലുകൊണ്ട് വല കെട്ടുകയും ആ വലയിൽ തന്നെ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ തൻ്റെ ഉള്ളിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങും അന്യാപേക്ഷ കൂടാതെ സ്വതന്ത്രനായിട്ട് വിശ്വസൃഷ്ട്യാദികളെ നടത്തുന്നു. ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതധ്വരം ത്വയൈവ ലോകേ വസിതാശ്ച സേതവോ യാൻ ബ്രാഹ്മണാ ശ്രദ്ധദേ ധൃതവ്രതാഃ. ലോകസൃഷ്ടി ചെയ്ത അങ്ങുതന്നെ ലോകത്തിൻ്റെ ഉത്കർഷത്തിന് കാരണമായിരിക്കുന്ന ധർമാർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന വേദത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന കർമ്മമാർഗത്തെയും സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രേരണ നിമിത്തം തന്നെ ദക്ഷൻ യാഗത്തിന് ആരംഭിച്ചതും ഏതേതു ധർമ്മങ്ങളെ അറിവുള്ള ആര്യന്മാർ ശ്രദ്ധയോടുകൂടെ അനുഷ്ഠിക്കുന്നുവോ ആ ധർമ്മങ്ങളെ ലോകത്തിൽ ഏർപ്പെടുത്തിയതും അങ്ങുതന്നെ. ത്വം കർമ്മണാം മംഗളമംഗളാനാം കർത്തൃസ്മലോകം തനുഷേസ്വ പരം വാ അമംഗളാനാം ച തമിശ്രമുൽബണം വിപര്യയക്കേന തദേവ കസ്യജിത്. വേദത്താൽ വിധിക്കപ്പെട്ട മംഗളകർമ്മങ്ങളെ ബലകാംക്ഷയോടുകൂടെ ചെയ്യുന്നവർക്ക് സ്വർഗാദി ലോകങ്ങളെയും ബലകാംക്ഷ കൂടാതെ ചെയ്യുന്നവർക്ക് സായുജ്യത്തെയും നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് ഭയങ്കരമായ നരകലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നതും അങ്ങുതന്നെ. എന്നാൽ ബാഹ്യമായി അറിയപ്പെടാതിരിക്കുന്ന ചില പ്രബല കാരണങ്ങൾ നിമിത്തം
ദക്ഷന് സംഭവിച്ച മട്ടിൽ സൽക്കർമ്മത്താൽ ദോഷവും ശിശുപാലാദികൾക്കെന്ന പോലെ അസൽക്കർമ്മത്താൽ സൽബലവും സിദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദക്ഷന് യാഗം നിമിത്തം ദോഷം നേരിട്ടതിന് കാരണം അഹങ്കാരത്താൽ കലുഷിതമായ ബുദ്ധിയാകുന്നു. ശിശുപാലന് ജന്മത്രയത്താൽ മോക്ഷം സിദ്ധിച്ചത് സ്മരണയുടെ ദാർഢ്യം കൊണ്ടുമാണെന്ന് കാണാവുന്നതിനാൽ ബലവൈപരീത്യത്തിനും കാരണം കർത്താക്കന്മാരിൽ ഉള്ള വൈഷമ്യമാകുന്നതല്ലാതെ അങ്ങ് ആർക്കും വിശേഷവിധ ദോഷത്തെയോ ഗുണത്തെയോ ചെയ്യുന്നില്ല. ഈശ്വരനായ ഭവാൻ ഗുണദോഷങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. ന വൈ സദാം ത്വച്ചരണാർപ്പിതാത്മനാം ഭൂതേഷു സർവേഷു പശ്യതാം തവ ഭൂതാനി ചാത്മന്യപൃഥഗ്വിദൃശ്യതാം പ്രായേണ രോഷോ വിഭവേദ്യത പശും. ദക്ഷനെ വീരഭദ്ര സ്വരൂപനായ രുദ്രനല്ലേ നശിപ്പിച്ചത് എന്ന ശങ്ക ദേവന്മാർക്കുണ്ടെന്നറിഞ്ഞ ഭഗവാൻ ബ്രഹ്മദേവൻ അതിനെ നിരാകരിപ്പാനായിട്ട് ഈശ്വരനായ ശ്രീ രുദ്രന് രോഷമില്ലെന്ന് കൈമുത്യന്യായത്താൽ കാണിക്കുന്നു. പ്രായേണ ഈശ്വരഭക്തന്മാരായ സത്തുക്കളെ കോപം ബാധിക്കുകയില്ല, പിന്നെ ഈശ്വരനെ ബാധിക്കുകയില്ലെന്ന് പറയണമോ? സത്തുക്കൾക്ക് കോപം ജനിക്കാത്തതിന് കാരണമെന്തെന്നാൽ അവർ ദേഹത്തിൽ ആത്മാഭിമാനം ഉള്ളവരല്ല. സർവ്വഭൂതങ്ങളിലും വസിക്കുന്ന ശിവരൂപത്തെ കാണുന്നവരാകുന്നു സജ്ജനങ്ങൾ. ദേഹത്തിൽ കാണുന്ന നാനാഭാവങ്ങളെ അവർ കാണുന്നില്ല. ആത്മാവായ ശ്രീ ശിവനിൽ സകല ഭൂതങ്ങളും വസിക്കുന്നു. സകല ഭൂതങ്ങളിൽ ശ്രീ ശിവൻ ആത്മസ്വരൂപനായിട്ടും ഇരിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ സജ്ജനങ്ങൾ ഭേദഭാവനയുള്ള പശുപ്രായന്മാരായ മൂഢജനങ്ങളെപ്പോലെ കോപത്തിൻ്റെ അധീനത്തിൽ അകപ്പെടുന്നവരല്ല. അവരുടെ സർവ്വവ്യാപാരത്തെയും മനസ്സിനെയും അവർ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈശ്വരഭക്തന്മാരെ അതിക്രമിക്കാൻ കഴിയാത്തതായ കോപവൃത്തി ഈശ്വരനെ എങ്ങനെ അതിക്രമിക്കും? അതിനാൽ ശ്രീരുദ്രനാണ് ദക്ഷനെ നശിപ്പിച്ചതെന്ന് കരുതുന്നത് ശുദ്ധാബദ്ധമാണ്. പൃഥഗ്ധിയ കർമ്മദൃശോ ദുരാശയാഃ പരോധയേനാർപ്പിത ഹൃദ്രുജോനിശം പരാൻ ദുരുക്തേർ വിദുദന്ത്യരുന്ദതാം സ്ഥാന്മാവധി ദൈവവതാൻ ഭവദ്ഭിദഃ. ജീവവർഗങ്ങളെ ഉച്ചനീചഭാവത്തിൽ കാണുന്നവർ ബുദ്ധിയോഗ്യതയില്ലാത്തവരും കർമ്മഫലങ്ങളെ പുരുഷാർത്ഥങ്ങളായിട്ട് കാണുന്നതല്ലാതെ ഈശ്വരഭക്തിയാണ് സർവാഭീഷ്ടങ്ങളെയും അന്തേ സായുജ്യമെന്ന പരമഫലത്തെയും നൽകുന്ന കൽപ്പലതികയെന്നറിയുവാനുള്ള ബുദ്ധിപ്രസാദം സിദ്ധിക്കാത്തവരുമാകുന്നു. ആ മാതിരി ജനങ്ങൾ മർമ്മഛേദികളായ വാക്കുകളെ കൊണ്ട് അന്യജനങ്ങളെ ഹിംസിക്കുന്നു. പരന്മാരുടെ ഉത്കർഷം കാണുന്നതിനാൽ തന്നെ അവരുടെ ഹൃദയം തകർന്നു പോകുന്നു. അവരെ അങ്ങ് ഹിംസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആ ദുർവ്യാപാരങ്ങൾ തന്നെ അവരെ ഹിംസിപ്പാൻ പര്യാപ്തങ്ങളാകുന്നു. യസ്മിന്നിവ പുഷ്കരനാഭമായയാ ദുരന്തയാ സ്പൃഷ്ടധിയ പൃഥഗ്ദൃശഃ കുർവന്തി തത്ര കനുകമ്പയാ കൃപാം ന സാധവോ ദൈവബലാത്കൃതേ ക്രമം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ മായാബലത്തെ ഭക്തി കൊണ്ട് മാത്രമല്ലാതെ അതിക്രമിപ്പാൻ സാധിക്കുന്നതല്ല. ഭക്തിഹീനന്മാരായ അസത്തുക്കൾ ഭേദഭാവനയാൽ മോഹിത ബുദ്ധികളായിട്ട് എപ്പോൾ സാധുക്കളിൽ അപരാധം ചെയ്യുന്നുവോ അപ്പോൾ സാധുക്കൾ അവരിൽ അപകാരത്തെ ചിന്തിക്കുകയോ പകരം ഉപദ്രവം ഏൽപ്പിക്കുവാൻ സാമർഥ്യമുണ്ടെങ്കിൽ കൂടെ അതിന് ഭാവിക്കുകയോ ചെയ്യുന്നില്ല. തങ്ങളുടെ പ്രാരബ്ധഫലം നിമിത്തമാണ് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നോർത്ത് ക്ഷമിക്കും. എങ്കിലും ദുഷ്കർമ്മത്തിൻ്റെ ഫലം ഇവരെ ബാധിക്കുമല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയും അവരുടെ അപരാധത്തെ ക്ഷമയോടുകൂടി പുറത്ത് ഉദാസീനന്മാരായിരിക്കുകയും ഈശ്വരനോട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വപരാക്രമത്തെ ഒരു കാലത്തും അവരിൽ പ്രകാശിപ്പിക്കുകയില്ല. ഭവാംസ്തു പുംസ പരമസ്യ മായയാ ദുരന്തയാ സ്പൃഷ്ടം അതിസമസ്തദൃക് തയാ ഹതാത്മസ്വനുകർമ്മ ചേതസ്വനഗ്രഹം കർത്തൃമിഹാർഹസി പ്രഭോ. ദുരന്തയായ വിഷ്ണുമായ അങ്ങയുടെ മനസ്സിനെ സ്പർശിച്ചിട്ടു തന്നെയില്ല. അതിനാൽ അങ്ങയുടെ സർവജ്ഞതയ്ക്ക് യാതൊരു ഹാനിയും സംഭവിച്ചിട്ടുമില്ല. ഓരോരുത്തരും അവരുടെ പ്രാരബ്ധത്തിന് അധീനന്മാരായിട്ട് നന്മയെയും തിന്മയെയും ചെയ്യുകയാണെന്ന് അങ്ങ് അറിയുന്നു. ദുരന്തയായ മായാശക്തിയുടെ ബാധയാൽ മോഹചിത്തന്മാരായവർ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നത് കർമ്മമാണെന്ന് വിചാരിച്ച് കർമ്മത്തിൽ സത്യത്വബുദ്ധിയെ കൈക്കൊള്ളുന്നു. അങ്ങനെയുള്ളവർ അപരാധം ചെയ്താലും സർവത്തിനും സമർത്ഥനായ ഭവാൻ അവരെ അനുഗ്രഹിക്കുക തന്നെ വേണം. കുർവന്ധ്വരസ്യോദ്ധരണം ഹതസ്യ ഭോ സ്ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേഃ നയത്ര ഭാഗം തവ ഭാഗിനോ ദദുഃ കുയജ്ജിനോ യേന മഘോ നിനീയതേ. നിരന്തരം ആത്മാവായ ശ്രീനാരായണനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ഹേ ദേവ,
വീരഭദ്ര സ്വരൂപനായി അവതരിച്ച അങ്ങയാൽ ഹനിക്കപ്പെട്ട ദക്ഷ പ്രജാപതിയുടെ യാഗം മധ്യേ വിച്ഛിന്നമായി പോയതിനെ പൂർണ്ണമാക്കി തീർപ്പാൻ ദക്ഷനിൽ അങ്ങയുടെ കരുണയുണ്ടാകണം. യാഗത്തിൻ്റെ ബലത്തെ നൽകുന്ന ഈശ്വരനായ അങ്ങയുടെ അവകാശമായ ഭാഗത്തെ സമർപ്പിക്കാതെ ആ യാഗം നടത്തിയവർ വേദവിധിയെ അനുസരിച്ച് കർമ്മം നടത്തുവാൻ സമർത്ഥന്മാരായിരുന്നില്ല. അതാണ് യാഗം വിഘ്നപ്പെടാനുണ്ടായ ശരിയായ കാരണം. എങ്കിലും അങ്ങ് വീരഭദ്ര സ്വരൂപേണ ദക്ഷനെ സംഹരിച്ചതുകൊണ്ടാണ് യാഗഭംഗം സംഭവിച്ചതെന്ന് അജ്ഞന്മാരായ ജനങ്ങൾ പറയാതിരിക്കുകയില്ല. വിചാരശീലന്മാർ ലോകാപവാദത്തെയും പരിഹരിക്കേണ്ടതാണല്ലോ. ജീവദാദ്യജ്യമാനോയം പ്രബദ്ധ്യേദാക്ഷിണീ ഭഗഃ ഭൃഗോശ്മശ്രൂണി രോഹന്തു പൂഷ്ണോ ദന്താശ്ച പൂർവവത്. യജമാനനായ ദക്ഷൻ ജീവിക്കണം, ഭഗന് കണ്ണുകൾ ലഭിക്കണം, ഭൃഗുവിൻ്റെ മുഖരോമങ്ങളും പൂഷാവിൻ്റെ ദന്തങ്ങളും പൂർവസ്ഥിതിയിൽ മുളച്ചുണ്ടാകണം. ദേവാനാം ഭഗ്നഗാത്രാണാം മൃത്യുജാം ചായുധാശ്മിഭിഃ ഭവദാനുഗൃഹീതാനാമാശു മന്യോസ്ത്വനാതുരം. ക്രോധത്താൽ ലോകത്തെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ദേവ, അങ്ങ് ദേവന്മാരിലും ഋത്തിക്കുകളിലും പ്രസാദിക്കണം. അങ്ങയുടെ ഭൃത്യന്മാരുടെ ആയുധങ്ങളുടെയും കല്ലുകളുടെയും പ്രയോഗങ്ങളാൽ അവയവങ്ങൾ തകർന്നിരിക്കുന്ന ദേവന്മാരും ഋത്തിക്കുകളും കാലതാമസം കൂടാതെ സ്വസ്ഥതയെ പ്രാപിക്കുന്നവരാവാൻ കടാക്ഷമുണ്ടാവണം. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോ ദ്വരസ്യ വൈ യത്നസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യയത്നഹൻ. മാർഗം തെറ്റി നടക്കുന്നവരാരായിരുന്നാലും അവരെ കരയിപ്പിക്കുവാൻ സമർത്ഥനായ അങ്ങ് യത്നത്തെ ഹനിച്ചത് സന്മാർഗത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ. ദേവന്മാരും ഋത്തിക്കുകളും ദക്ഷനും ചെയ്ത കുറ്റത്തിന് അവർക്ക് ശിക്ഷ കൊടുത്തതിൽ തെറ്റില്ല. ഇനി അവരെ അനുഗ്രഹിച്ച് യാഗപൂർത്തി വരുത്തണം. യാഗം നടത്തിക്കഴിഞ്ഞാൽ അവശേഷിച്ചതായ സാധനങ്ങൾ അത്രയും അങ്ങയുടെ ഭാഗമായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങയ്ക്കുള്ള അംശം സ്വീകരിപ്പാനായി യാഗം നിർവിഘ്നമായി കലാശിക്കുവാൻ അനുഗ്രഹിച്ചാലും. 6-ാമത്തെ അധ്യായം സമാപിച്ചു. 7-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.